ഇപ്പൊ എന്തു തോന്നുന്നു? ഓക്കെ അല്ലേ? എനിവേ യു ആർ വെരി ലക്കി. ഡോക്ടർ, എനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നുണ്ട്. അത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുമ്പോൾ മാറിക്കോളും. ആരെയാ നോക്കുന്നേ? എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അർച്ചനയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. സുചേട്ടാ, അർച്ചന, താൻ എന്തിനാ ഇത്രയ്ക്ക് റിസ്ക് എടുക്കാൻ പോയത്? പായസത്തിൽ പോയിസൺ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇവിടെ ലാബില്ലേ? അതെടുത്ത് കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഡോക്ടർ, ഡോക്ടർ, കുഴപ്പമെന്തെങ്കിലും? നത്തിങ്. നൗ ടേക്ക് റെസ്റ്റ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ പോവാം. സുചേട്ടാ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചോറൂണ് മുട എന്താ ഡോക്ടർ? അർച്ചനയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് എ ക്രൈം. ഒരു കൊലപാതക ശ്രമമാണിത്. പോലീസിൽ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. സത്യമാണ് ഡോക്ടർ. കുഞ്ഞുങ്ങൾക്ക് ആ പായസം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോ പോലീസിൽ അറിയിക്കുന്നതന്നെയാണ് നല്ലത്. ശരി, എന്തായാലും പോലീസിനെ ഞാൻ ഇൻഫോം ചെയ്യാം. അവര് വന്ന് മൊഴിയെടുത്തതിന് ശേഷം പോയാൽ മതി. ശരി ഡോക്ടർ. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല കാര്യങ്ങള്. ഒരു വലിയ ദുരന്തമാണ് ഇന്ന് ഒഴിവായി പോയത്. അല്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? അർച്ചനയുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത്. അവള് ആ പായസം എടുത്ത് കുടിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അസാധാരണമായ മനക്കരുത്തുള്ള ഒരു കുട്ടിയാണ് അർച്ചന. അങ്ങനൊരു സിറ്റുവേഷനിൽ പാനിക് ആവാതെ ആ ചോറിൽ വിഷമുണ്ടോ എന്ന് അവള് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ. ഷീ ഈസ് വെരി ബ്രില്യൻറ്റ്. ഡോക്ടർ, ഇത് ചെയ്തത് ആരായാലും അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളൂ. എനിവേ, ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും പോയിസൺ കലർന്ന പായസം എടുത്തു കുടിക്കാൻ കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ, സമ്മതിക്കാതെ പറ്റില്ല. യു ആർ എ ലക്കി മാൻ. ഇതുപോലൊരു വൈഫിനെ ലോകത്ത് അപൂർവമായിട്ടേ കിട്ടുള്ളൂ. എനിവേ, ടേക്ക് കെയർ. ഏട്ടൻ വിഷമിക്കല്ലേ, ഏട്ടത്തിക്കൊന്നും പറ്റിയില്ലല്ലോ.
സച്ചേട്ടാ, നമ്മുടെ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മോളെ, അവര് സേഫാണ്. അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കെ. ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കില്ല. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇത്രയും സമയമായില്ലേ? അവർക്ക് ആർക്കെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? ഹോസ്പിറ്റൽ ടെൻഷൻ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അച്ഛാ. ഈ വീടിന്റെ നെടുന്തൂണ എന്റെ അർച്ചന മോള്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ആരെയും വെറുതെ വിടില്ല. ഇത് ചെയ്തത് ആരായാലും അവരെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. നമ്മളപ്പ തന്നെ പോലീസിൽ വിവരം അറിയിക്കണമായിരുന്നു. ഇവള് തന്നെയായിരിക്കും ഇതിന് പിന്നില്ല. ആ ജോലിക്കാർ ചിലപ്പോ ഇവളുടെ ആളായിരിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടാ. ആ, അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? ആ ജോലിക്കാരിയെ വിളിച്ചത് നീയല്ലേ? ആരാ നിനക്ക് അവരെ പരിചയപ്പെടുത്തി തന്നത്? ആ, അവരാരാ എന്താന്നൊക്കെ നിനക്കറിയില്ലെങ്കിലും പരിചയപ്പെടുത്തി തന്നവർക്ക് അതറിയായിരിക്കുമല്ലോ. ജോലിക്കാരെ തരുമ്പോ നല്ല വിശ്വസ്തരായ ആളുകൾ തരണമെന്ന് നിനക്ക് പറയാമായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റില്ല. അവരെവിടെ പോയാലും നീ തന്നെ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അച്ഛാ, എനിക്കവരെ ആരും പരിചയപ്പെടുത്തി തന്നതല്ല. ടൗണിലുള്ളൊരു ഏജൻസിന്നാ ജോലിക്കാരെ അയച്ചത്. ഞാൻ കരുതിയത് ഈ സ്ത്രീ അവരുടെ കൂടെ വന്ന ആളായിരിക്കുന്ന. എന്തായാലും ആ ഏജൻസി ഏതാണെന്നുള്ളത് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. അല്ല, അവരാരാ എന്താന്നൊക്കെ ഉള്ളത് നമുക്കറിയില്ലല്ലോ. അവരെക്കുറിച്ച് പറയാൻ ആ ഏജൻസിക്കാർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ശത്രുക്കൾ ആരാ എന്താന്നൊന്നും നമുക്കറിയില്ലല്ലോ. ആ ജോലിക്കാരെ ചോദ്യം ചെയ്തപ്പോ അവര് പറഞ്ഞത് അവര് വരുമ്പോ ആ സ്ത്രീ ഗേറ്റിന് വെളിയിൽ നിൽക്കായിരുന്നു എന്നാ. അപ്പൊ പിന്നെ ആ സ്ത്രീ ആരാ? ആരാ അവരെ ഇങ്ങോട്ട് അയച്ചത്? രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ ഇത്രയും വലിയ ശത്രുക്കൾ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. എന്തായാലും താമസിയാതെ അതെല്ലാം വെളിച്ചത്തോട്ട് വരും. എടാ മോനെ, അർച്ചന മോൾക്ക് എങ്ങനെയുണ്ട്? ആരും പേടിക്കണ്ട, അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാന്നാ പറഞ്ഞത്. അവള് കഴിച്ചത് വിഷം തന്നെയാണോ മോനെ? അതേച്ചാ, ബ്ലഡില് വിഷത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ആരോ പായസത്തിൽ വിഷം ചേർത്ത് തന്നെയാണ്. എന്തായാലും അർച്ചനയുടെ ജീവന് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. ഞങ്ങള് ഉടനെ തിരിച്ചു വരും. അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ബോധം വന്നു. രണ്ടു മണിക്കൂർ കഴിഞ്ഞ് പോരാന്നാ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. ആതിരയും കമല എവിടെ? അവരോട് വേണം ഇക്കാര്യം ആദ്യം പറയാൻ. അർച്ചനയുടെ അമ്മ ആകെ തളർന്നിരിക്കുക. ആതിര അനഘയും അമ്മയുടെ കൂടെ തന്നെ ഉണ്ട്. അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് മോളി എന്ന് അവരോട് വേഗം പറയും. ആ പാവങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ.
അവന്തിയെ നിൽക്ക്. എന്താച്ചാ? ആ ഏജൻസിയുടെ നമ്പറും ഡീറ്റെയിൽസും എത്രയും വേഗം എനിക്ക് തരണം. ആ ഞാനത് ഇപ്പൊ തന്നെ അയച്ചുതരാച്ചാ. ആ ജോലിക്കാരിയെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അത് അവന്തിയേക്കാ. നാളെ വൈകുന്നേരത്തിനുള്ളിൽ നീ അത് ചെയ്തിരിക്കണം. ചെയ്യാച്ചാ. അവൾ ആരായാലും അവളെ ഞാൻ കണ്ടുപിടിച്ച് അച്ഛന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അത് വേണം. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സംശയം ബാക്കി നിൽക്കും. കാരണം ആ ജോലിക്കാരിയെ വിളിച്ചത് അവന്തികയാണല്ലോ. ജോലിക്കാരിയെ മാത്രമല്ല, ഈ കുടുംബത്തിനകത്ത് ഇതുവരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വന്നവരെയൊക്കെ എല്ലാവർക്കും മുമ്പിൽ ഞാൻ തുറന്നു കാണിക്കും. അപ്പോഴും എല്ലാരും ഇവിടെ തന്നെ കാണണം. ആ, ചടങ്ങ് മുടങ്ങിയല്ലോ തിരുമേനി. ഇനി നമുക്ക് മറ്റൊരു ദിവസം നടത്താം. ആര് പറഞ്ഞു ചടങ്ങ് മുടങ്ങിയെന്ന്? രാഹുകാലം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് അല്പം ചോറ് റെഡിയാക്കി കൊണ്ടുവന്നാൽ മതി. ചോറൂണ് ചടങ്ങ് നമുക്ക് ഇന്ന് തന്നെ നടത്താം. ആണോ? എന്നാ പിന്നെ തിരുമേനി ചെന്ന് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം എത്തും. അർച്ചന വന്ന ഉടനെ നമുക്ക് ചടങ്ങ് നടത്താം. ആ അവന്തികെ, വേഗം ചെന്ന് കമലയോട് ചോറും കറികളും ഒക്കെ റെഡിയാക്കാൻ പറയും. ചോറൂണ് ചടങ്ങ് ഇന്ന് തന്നെ നടത്താം. ചെല്ലേ, അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. വാ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അവന്തികയ്ക്ക് ഇതിൽ നല്ല പങ്കുണ്ട്. പായസത്തിൽ വിഷം കലർത്തിയ ജോലിക്കാരി ഇവൾ കൊണ്ടുവന്ന കില്ലർ തന്നെയായിരിക്കും. അച്ഛൻ ആകെ പേടിച്ചു പോയി മോളെ. എന്തിനാ മോളെ നീ അതെടുത്ത് കുടിക്കാൻ പോയത്? വാ, അകത്തേക്ക് വാ. മോളെ വിഷമിക്കണ്ട. ചോറൂണ് നമുക്കിപ്പം തന്നെ നടത്താം. മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല. മോളെ, ഞങ്ങൾ മോള് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. വാ. പതുക്കെ. ആരാ ചെയ്തത്? ആ ജോലിക്കാരി തന്നെയാ അത് ചെയ്തത്. ജോലിക്കാരിയോ? അതേ മോളെ, അവരാരാണെന്നോ എന്താണെന്നോ എന്തിനാ ഇവിടെ വന്നതെന്നോ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നോ ഒന്നും അറിയില്ല. പക്ഷേ അവരാണിത് ചെയ്തതെന്ന് ഉറപ്പാ. ഏജൻസിന്ന് ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചത് ഞാനാ. പക്ഷേ അവിടെ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ ഈ സ്ത്രീ ഉണ്ടായിരുന്നില്ല.
ഞാൻ പറഞ്ഞ സത്യ. ഇവിടെ നിന്ന് ആരും വിളിക്കാതെ പിന്നെങ്ങനെയാ ആ ജോലിക്കാരി ഈ വീട്ടിനകത്ത് വന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്തോ കള്ളക്കളിയുണ്ട്. അത് പിന്നെ നീ പറയുന്നതിൽ കാര്യമുണ്ട്. ഇതിന് പിന്നില് എന്തോ കള്ളക്കളിയുണ്ട്. ഇവളെന്തിനാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഇവക്കെന്തേലും സംശയമുണ്ടോ? എന്തായാലും ആ ജോലിക്കാരി രക്ഷപ്പെട്ടത് ഭാഗ്യം. പായസത്തിൽ വിഷം ചേർത്ത് ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ആ സ്ത്രീയെ പറഞ്ഞു വിട്ടത് ആരായിരുന്നാലും അവരെ കണ്ടുപിടിച്ച് നിയമപരമായി തന്നെ ശിക്ഷിക്കണം. എന്തായാലും ഈ വീട്ടിനകത്തുള്ള ആരെങ്കിലും അറിയാതെ അങ്ങനൊരു ജോലിക്കാരി ഈ വീട്ടിനകത്ത് വരില്ല. ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾക്ക് പങ്കുണ്ടെന്ന് ഉറപ്പാ. അങ്ങനെ സംശയമുള്ള സ്ഥിതിക്ക് പോലീസിനെ അറിയിക്കുന്ന കാര്യത്തിൽ ഇനിയൊരു താമസവും വേണ്ട. ഏജൻസിക്കാരെ അറിയാതെയാണ് ആ ജോലിക്കാരി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവര് വരുമ്പോൾ ഈ സ്ത്രീ നമ്മുടെ ഗേറ്റിന്റെ പുറത്ത് കാത്തു നിൽക്കാന്നാ മറ്റുള്ള ജോലിക്കാർ പറഞ്ഞത്. എന്നിട്ടാ ജോലിക്കാരി അവിടെ? അവര് രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ട് കുഞ്ഞുങ്ങൾക്കും അച്ഛനും ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നിട്ട് പോലീസിനെ അറിയിച്ചോ? അറിയിച്ചില്ല. അറിയിക്കണം. അവരാരാന്ന് കണ്ടുപിടിക്കാൻ വേണം. അതൊക്കെ നമുക്ക് ചെയ്യാം. തൽക്കാലം മുഹൂർത്തം തീരുന്നതിന് മുമ്പ് കുട്ടികളുടെ ചോറൂണ് നടത്തണം. ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മോൾ ആ വിഷപ്പായസം കഴിച്ചത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇനി ചോറൂണ് തുടങ്ങാം. രാഹുകാലം തുടങ്ങാൻ ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എന്നാ ഇനി സമയം കളയണ്ട, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ഇരിക്കാം.